കല്ലറാട്ടമ്പൽ കുഞ്ഞമ്മദ് 20,000, സലീം ഹാജി 10,000, അബൂബക്കർ ഹാജി 30,000. ഇതെല്ലാം നാട്ടില് പള്ളി കമ്മിറ്റിക്കും മദ്രസക്കെല്ലാം കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ. കൊടുത്തോ, കൃത്യമാണെങ്കിലും കൊടുത്തോ, പൈസ ഉണ്ടെങ്കിൽ സാരമില്ല. പക്ഷെ ഇതിലുണ്ടല്ലോ, ഇനി കൊടുക്കുന്നതിനെക്കാട്ട മുന്നേ ഉത്തരവാദിത്തപ്പെട്ട ഇന്റെ കൂടെ നിൽക്കുന്ന, ഇന്റെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഇന്റെ പണിക്കാർക്ക് ഓർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇനി ചെയ്തു കൊടുത്തുക. ഏടിയായി തറവാടിത്ത മഹിമയും പേരെടുപ്പും അഹങ്കാരവും കാണിക്കേണ്ട ആവശ്യം, പേടിയെ കാണിക്കേണ്ട ആവശ്യം അള്ളാഹിന്റെ മുന്നിൽ ഇനി കാണിക്കേണ്ടത്. അല്ലാണ്ട് ഇന്റെ കൂടെ നിൽക്കുന്ന 10-12 കൊല്ലം നിൽക്കുന്ന പണിക്കാറ പുല്ല് വില പോലും കൽപ്പിക്കാണ്ട് 14 മണിക്കൂറും 15 മണിക്കൂറിലും ഡ്യൂട്ടിയും കൊടുത്തിട്ട് ഒരു 10 ഉറുപ്യ വരെ ഓവർ ടൈം പോലും കൊടുക്കാണ്ട് ഓലെ എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റും അത്രയും ഉപദ്രവിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഈ പൈസ എല്ലടാ ബഗിട പള്ളി കമ്മിറ്റിക്ക് കൊണ്ടുകൊടുക്കേണ്ടത്. ഫസ്റ്റ് ഉണ്ടല്ലോ, ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്ക്. 10-12 കൊല്ലലും ചിലപ്പോ ഇന്റെ കൂടെ പണിക്ക് നിന്ന് കാക്കാന്റെ മോളമംഗലത്തിന് ചിലപ്പോ ഇനിയൊരു 10 ഉറുപ്യ കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ മഹിമ കാണിക്കണം, ഞാനിത് ഇന്ന ആജിയാണ്, ഞാൻ ഇന്ന ആളാണ് എന്നുള്ളത്. അതല്ലടാ അതിന്റെ മര്യാദ. കൂടെ നിൽക്കുന്ന പണിക്കാരനുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റിൽ 14-15 മണിക്കൂർ ഡ്യൂട്ടി എടുപ്പിച്ചിട്ട് ഓല എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റും അത്രയും ഉപദ്രവിച്ചിട്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു തലവേദന വന്നു കണ്ടില്ല, ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പെനഡോൾ കുടിച്ചു കഴിഞ്ഞാൽ പറയൂ ആബിദെ അല്ലെങ്കിൽ ജുനൈദ് എൻജെ ഒരു കഴിഞ്ഞ മാസത്തെ കണക്കിൽ ഒരു 5 ഉറുപ്യ പെനഡോൾ ഉണ്ട്. അങ്ങനത്തെ നക്കികൾ അനക്കറിയും, ഞാൻ കണ്ടതോടെ. അങ്ങനെ പണിക്കാർ ഉപദ്രവിച്ചിട്ട് തന്താറ വീട്ടിലേക്ക് തന്താറ മോനിക്ക് മോക്കല്ലു iPhone 14 Pro Max അല്ലെങ്കിൽ ഓക്ക് മാണ്ട കാറും അല്ല മോനിക്ക് മാണ്ട ബൈക്കും ഇതെല്ലാം മേടിച്ചു കൊടുത്തിട്ട് മോനുള്ള MDMA വലിച്ചു കാറ്റുവനും അല്ലെങ്കിൽ മോന് ഉള്ള കാമുകിമാരെ കൂട്ടിയിട്ട് കറങ്ങുവനല്ലടാ ഇനി ഓലിക്ക് പൈസ കൊടുക്കേണ്ടത്. ഇനി കൊടുക്കേണ്ടത് ഇന്റെ കൂടെ ആരാണ് ഉള്ളത്, ഓലിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഓല സഹായിച്ചു കൊടുക്കുക, ഓലിക്ക് എന്തെങ്കിലും തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ തൃപ്തിപ്പെടുത്തി കൊടുക്കുക. അല്ലാണ്ട് 13-14 മണിക്കൂർ പാവച്ചക്കന്മാർ ഇട്ട് ബലിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓലക്കോട്ട് എത്ര പണിയെടുപ്പിക്കാനാവോ അത്രയും പണിയെടുപ്പിച്ചിട്ട് സ്വന്തം വീട്ടിൽ ഓന്റെ ആ പണിക്കാരുടെ വീട്ടിൽ കണ്ണുനീരാണെന്നും പട്ടിണി കടന്ന അവസ്ഥ കണ്ടിട്ടും കാണാണ്ട് നടിക്കുന്ന ചില അർവാക്കന്മാരുണ്ടല്ലോ. എനിക്കെല്ലാം ഒരു നടുവിലെ നമസ്കാരമുള്ളൂ. അല്ലാണ്ട് ഇനി എന്ത് പോക്കറാജിയായിട്ടെന്താ, എന്ത് മൂസാജിയായിട്ടെന്താ, പൂച്ച മാത്രം.